iPhone 13 സീരീസിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഡിസ്പ്ലേ ഇഷ്യൂ. അത് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോ സീരീസിനാണ്. അതായത് 13 പ്രോ മാക്സ് ഈ രണ്ട് സീരീസിനാണ് കൂടുതലായിട്ടും ഡിസ്പ്ലേ ഇഷ്യൂസ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സർവീസ് വരുന്നതും 13 പ്രോ ആൻഡ് 13 പ്രോ മാക്സ് സീരീസിനാണ്. എന്നാൽ 13 സീരീസിനും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പക്ഷേ പ്രോ സീരീസിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് 13 സീരീസിനുണ്ടാവുന്ന ഡിസ്പ്ലേ ഇഷ്യൂസ്. അപ്പം ഈ കംപ്ലൈൻറ്റ് ചില ബാച്ചിലുള്ള ഡിസ്പ്ലേസിനാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന എല്ലാ കസ്റ്റമേഴ്സും പറയുന്നത് ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കംപ്ലൈൻറ്റ് വന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ചിലർ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഈ കംപ്ലൈൻറ്റ് വന്നു എന്നും പറയുന്നുണ്ട്. ചിലർ വരുമ്പോൾ പറയുന്നത് ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്ക് ഈ കംപ്ലൈൻറ്റ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടോ ഇങ്ങനെ വരുന്നതാണ് ഈ കംപ്ലൈൻറ്റ്. 13 പ്രോയുടെ ഡിസ്പ്ലേയുടെ ഇപ്പോഴത്തെ കമ്പനിയിലെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 35,000 വരുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ സർവീസ് വരുന്നത് ഇപ്പോൾ ഐഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ചിട്ട് വലിയൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 13 പ്രോ മാക്സ് ആണ്. ഇതിപ്പോൾ വൈറ്റ് സ്ക്രീനായിട്ട് ഈ രീതിയിൽ വൈറ്റ് സ്ക്രീനായിട്ട് വന്നതാണ്. ഇതിൻ്റെ കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഈ കംപ്ലൈൻറ്റ് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരിത് കമ്പനിയിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയ സമയത്ത് 35,000 അറൗണ്ട് കോസ്റ്റ് ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ 35,000 ചിലവാക്കി ഇത് റിപ്പയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ഈ ഫോൺ തിരിച്ചു വാങ്ങിച്ച് കയ്യിൽ വെച്ചതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ റെഡിയാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു 13 വന്നിരുന്നു. 13 ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് അതിനുണ്ടായ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ടച്ച് പിന്നെ വർക്ക് ചെയ്യുന്നില്ല, ടച്ച് റെസ്പോൺസ് ചെയ്യുന്നതേ ഇല്ല. പക്ഷേ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, ഡിസ്പ്ലേയിലുള്ളതെല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷേ ടച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ വന്ന് എന്നാണ് പറയുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ നിലവിലുള്ള ഫോണ് അതേ അപ്ഡേറ്റിൽ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ 13 പ്രോ മാക്സ് സീരീസുകൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റിന് ഇപ്പോൾ ഒരു സർവീസ് ഓപ്ഷൻ, ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് ശരിയാക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് വരുന്ന എല്ലാ മോഡലുകളും അതായത് വൈറ്റ് സ്ക്രീന്, അതേപോലെ ലൈറ്റ് ഗ്രീൻ സ്ക്രീൻ, ഇതിപ്പോൾ ഒരു വൈറ്റ് പോലത്തെ സ്ക്രീനാണ്, അതേപോലെ ലൈറ്റ് ഗ്രീൻ സ്ക്രീൻ വരുന്നുണ്ട്. എല്ലാ കേസുകളും സർവീസബിൾ അല്ല. കാരണം താഴെ വീണാൽ ഈ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. വാട്ടർ ഡാമേജ് ആയ ഫോണുകൾക്കും ഇതേപോലത്തുള്ള സിംറ്റം കാണിക്കുന്നുണ്ട്. അതൊന്നും തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നോർമലായിട്ടുണ്ടാകുന്ന ഹാർഡ്വെയറിൻ്റെ ബഗ് കൊണ്ട് നോർമലായിട്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഡ്യൂറബിലിറ്റി എത്ര നാൾ നിൽക്കും എന്നുള്ളതിനെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഈ ഫോണിൻ്റെ പ്രോബ്ലം ഞാനിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് പെർഫെക്റ്റായിട്ട് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റി. ഇത് കറക്റ്റായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റി. അപ്പോൾ 13 സീരീസിൽ 13 പ്രോയുടെയോ 13 പ്രോ മാക്സിൻ്റെ ഇതേപോലെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസ് ഓപ്ഷനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതേപോലെ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.